എൻ്റെ കൂടെയുള്ള EN ഇബ്രാഹിം മൗലവി എഴുത്തുകാരനാണ്, അതേപോലെ പ്രാസംഗികനാണ്, അധ്യാപകനാണ്. കേരളം കണ്ട വലിയ ഒരു പണ്ഡിതൻ ഏഴുമല അഹമ്മദ് മുസ്ലിയാരുടെ 9 മക്കളിൽ 4-മത്തെ ആളാണ്. EN ഇബ്രാഹിം മൗലവിയുടെ വിജ്ഞാനയാത്രയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ എഴുത്ത് ജീവിതത്തെക്കുറിച്ചും അധ്യാപന ജീവിതത്തെക്കുറിച്ചൊക്കെ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയിട്ടുള്ളത്. ഏഴുമല അഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുമ്പം ഈ ഏഴുമല എന്നുള്ള പേര് നിങ്ങൾ ആ കണ്ണൂർ ഭാഗത്തുനിന്ന് വന്നതുകൊണ്ടാണോ ഏഴുമല എന്നുള്ള പേര് കിട്ടിയത്? ഏഴുമല എന്നുള്ളത് കണ്ണൂർ ജില്ലയിൽ ഏഴുമല അക്കാഡമി ഇല്ലേ, അതിൻ്റെ തൊട്ടടുത്ത് മുട്ടം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പഴങ്ങാടി മുട്ടത്താണ് വാപ്പൻ്റെ വീട് നോക്കണ്ടായിരുന്നത്. ഇട്ടപ്പുറം നടുവിലപ്പുര എന്നതാണ് എന്ന് പറഞ്ഞതിൻ്റെ ഫുൾ ഫോം. അവിടെ നിന്ന് വാപ്പ അപ്പോൾ ആദ്യത്തിലൊരു തേങ്ങ കച്ചവടം നടത്തിയിരുന്നു എന്നാണ് പറയുന്നത്. അത് പൊളിഞ്ഞപ്പോൾ പിന്നെ കിതാബ് ഓതാൻ പോകുന്നതാണ് തെക്കോട്ട്. കരുവന്തിരുത്തിയാണ് ആദ്യമായിട്ട് ദർസിൽ ചേർന്നത്. അപ്പോൾ ഏഴുമല എന്ന് പറയുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. അങ്ങനെയാണ് ഏഴുമല, അല്ല വീട്ടുപേരും സ്ഥലപ്പേരും. ഏഴുമലൻ്റെ അടുത്താണ് മുട്ട. കരുവന്തിരുത്തി, പിന്നെ കൊണ്ടോട്ടി പഠിച്ചിരുന്നു. അതിന് ശേഷം കേവറമ്പിലാണ് ലാസ്റ്റ് പഠിച്ചിട്ടുള്ളത്. കേവറമ്പിൽ നിന്ന് റമദാനോട് അടുപ്പിച്ച് ദർസൊക്കെ പൂട്ടി നാട്ടിലേക്ക് പോകുമ്പോൾ ചെറുപാടി വൈക്കാണ്. അപ്പോൾ തെങ്ങിനക്കടവ് അങ്ങനെയാണല്ലോ കോഴിക്കോട്ടേക്കുള്ള വഴി. പക്ഷേ അതിൻ്റെ മുമ്പ് വാപ്പ അവിടെ കേവറമ്പിൽ വയല് പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ചെറുവാടിയിലെ വെള്ളൂത്ത് കമ്മുണ്ണിയാക്ക എന്നാണ് ചെറുവാടിക്കാരൻ അദ്ദേഹത്തെ പറ്റി പറയാറുള്ളത്. കമ്മുണ്ണിയാക്കിയും പുത്തലത്ത് വീരാണ്ടിയാക്കി ഇവർ രണ്ടാളും വാപ്പൻ്റെ വയല് കേൾക്കാൻ വേണ്ടി കേവറമ്പ് പോയി. അപ്പോൾ ഇവർ വയല് കേട്ട് അവർക്ക് വയല് പിടിച്ചു. അപ്പം നമുക്ക് മുലയാറെ കൊണ്ട് ചെറുവാടിയിലൊന്ന് വയല് അറിയിക്കാമെന്ന് തോന്നി. അങ്ങനെ അവർ ക്ഷണിച്ചതനുസരിച്ചാണ് വാപ്പ ചെറുവാടിയിൽ വയലറിയാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ വയല് പറഞ്ഞപ്പോൾ ചെറുവാടിക്കാർക്ക് വാപ്പ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇവിടെ ചെറുവാടി പുതിയോത്ത് പഴയ ജുമാഅത്ത് പള്ളി ഇമാമും മുദരിസും ഒക്കെ ആയിട്ട് നിശ്ചയിച്ചു. അങ്ങനെയാണ് വാപ്പ ചെറുവാടി വരുന്നത്. ചെറുവാടി ദർസ് നടത്തിക്കൊണ്ടിരിക്കെ ഉമ്മൻ്റെ നാട് വാഴക്കാടാണ്. വാഴക്കാട് പ്രശസ്തമായിട്ടുള്ള മുസ്ലിയാരത്ത് കുടുംബം. വാഴക്കാട്ട് കാളിയായിരുന്ന കുഞ്ഞമ്മദാജി അദ്ദേഹത്തിൻ്റെ മൂത്ത മകളാണ് ഉമ്മ. വാഴക്കാട് നിന്നാണ് വാപ്പ വിവാഹം ചെയ്യുന്നത്. വാപ്പ ഇപ്പോൾ വഫാത്തായിട്ട് 29 കൊല്ലം കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ 76 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വാപ്പയായിട്ടുള്ള ഓർമ്മകൾ എന്താണോ? ഞാനെൻ്റെ കുട്ടിക്കാലത്ത് വാപ്പ പറപ്പൂര് മുദരീസാണ്. അപ്പോൾ ആഴ്ചയിലാണ് വരിക. പറപ്പൂരാണ് ജ്യേഷ്ഠന്മാർ വാപ്പൻ്റെ അടുത്താണ് പഠിച്ചിരുന്നത്. ഞാൻ വാപ്പൻ്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. ചെറുവാടിയിലും കൊണ്ടോട്ടി അടുത്ത് ഉങ്ങുങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ വാപ്പ മുദരീസായിരുന്നപ്പോൾ ഞാൻ അവിടെ വാപ്പൻ്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ 9 മക്കളുണ്ടല്ലോ, അതാരൊക്കെയാണ്? 9 മക്കളിൽ ഇപ്പം ഞങ്ങൾ 6 ആളേ ഉള്ളൂ. വലിയ ജ്യേഷ്ഠൻ മുഹമ്മദ് മൗലവി, അദ്ദേഹം 1 കൊല്ലം കഴിഞ്ഞു അദ്ദേഹം മരിച്ചിട്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ അനുജൻ മഹമ്മൂദ്, അദ്ദേഹം മരിച്ചിട്ട് 5 കൊല്ലം കഴിഞ്ഞു. പിന്നെ അബ്ദുള്ള, ഞാൻ എൻ്റെ പേര് ഇബ്രാഹിം, ഞാൻ 4-മത്തെ ആളാണ്. പിന്നെ അബ്ദുല്ലമീദിൻ്റെ അനുജൻ ഒരാളുണ്ടായിരുന്നു, അബ്ദുൽ വഹാബ് പറഞ്ഞിട്ട്, നേരത്തെ കുട്ടിക്കാലത്ത് മരിച്ചു. പിന്നെ അബ്ദുൽ ജലീൽ, അബ്ദുറഹ്മാൻ, ആയിഷ. എല്ലാവരും ഈ ഇസ്ലാമിക വിജ്ഞാനത്തിലൂടെയാണ് വളർന്നു വന്നത്. അതിന്റെ ഒരു കാരണം വാപ്പി ഉമ്മയും തന്നെ കുട്ടികളെ ഇസ്ലാമികമായിട്ട് വളർത്തുക എന്നുള്ളതും ഇസ്ലാം പഠിപ്പിക്കുക എന്നുള്ളതും വാപ്പൻ്റെ ഉമ്മൻ്റെയും ഒക്കെ താല്പര്യമായിരുന്നു. പിന്നെ അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ അന്ന് സ്കൂളിനോട് വലിയ പ്രതിപത്തിയൊന്നും ആളുകൾക്കില്ലല്ലോ. അതുകൊണ്ട് സ്കൂൾ ജീവിതത്തെക്കാൾ ദർസ് ജീവിതത്തിനാണ് പൊതുവിൽ പ്രാമുഖ്യം കൊടുക്കുക. അപ്പോൾ അതനുസരിച്ച് ഞങ്ങളൊക്കെ ദർസിലാണ് പള്ളി ദർസിലാണ് പഠിച്ചിട്ടുള്ളത്. അത് അനുജൻ ഇബ്രാഹിമാനും അബ്ദുൽ ജലീൽ കുട്ടിയാരി കോളേജിൽ പഠിച്ചിട്ടുണ്ട്. ഇബ്രാഹിമാൻ ശാന്തപുരത്താണ് പഠിച്ചിട്ടുള്ളത്. ബാക്കി ഞങ്ങളൊക്കെ പള്ളി ദർസിലാണ് പഠിച്ചിട്ടുള്ളത്. EN കുടുംബത്തെക്കുറിച്ച് പറയുമ്പോഴേ ഏഴുമല അഹമ്മദ് മുസ്ലിയാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സുന്നി ധാരയിലുള്ള ആൾ എന്നാണ് പൊതുവെ ജനങ്ങൾ കരുതി വെച്ചിരിക്കുന്നത്. എന്നാൽ മക്കള് എല്ലാവരും സുന്നികളാണ് അർത്ഥത്തിലല്ല. ഇപ്പോഴുള്ള സംഘടന സമസ്ത ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ കുറച്ചാളുകൾ ജമാഅത്തിലും കുറച്ചാളുകൾ സുന്നിയിലും എന്ന് പറയാറുണ്ട്. അങ്ങനെ വഴിമാറിപ്പോയ സമയത്ത് ആ കാര്യങ്ങളിൽ വാപ്പ ഇടപെട്ടിരുന്നോ? വാപ്പ കടുത്ത നിലപാടുള്ള ആളായിരുന്നു. അതായത് ജമാഅത്തിനോടും മുജാഹിദിനോടും ഒന്നും വാപ്പക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞങ്ങൾ വാപ്പയായിട്ട് ഇടയാറിനാൽ വാപ്പ ഞങ്ങളോട് ദേഷ്യം പിടിക്കുകയാണ് ചെയ്യാല്ല, ഞങ്ങൾ വാപ്പയോട് ദേഷ്യം പിടിക്കാറില്ല. അപ്പോൾ ചിലപ്പോൾ വാപ്പ വീട്ടിൽ വരണ്ടെന്നൊക്കെ പറയും. അപ്പോൾ ഞങ്ങൾ തൽക്കാലം ഒന്ന് മാറിക്കും. 2 ദിവസം കഴിഞ്ഞ് പോയി സലാം പറഞ്ഞ് സുല്ലായാൽ കഴിഞ്ഞ്, അത്രയേ ഉള്ളൂ. EN ഇബ്രാഹിം മൗലവി ചെറുപ്പകാലം ഒന്ന് ഓർത്തെടുക്കാൻ പറ്റും? സ്കൂളിൽ തീരെ പോയിട്ടില്ല? 4-ാം ക്ലാസ് വരെ പോയി. അതേത് സ്കൂളിലായിരുന്നു? അത് ആദ്യം ഇവിടെ സൗത്ത് കൊടിയത്തൂർ ഒരു സ്കൂളുണ്ടായിരുന്നു. സൗത്ത് കൊടിയത്തൂർ സഖാവ് ഉണ്ണിമോയി, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠന് അബൂ സാഹിബ്, അദ്ദേഹം ചെറുവാടിയിലൊരു പൗരപ്രമുഖനായിരുന്നു, കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാനേജ്മെൻറ്റിൽ പൊയിലൊരു സ്കൂളുണ്ടായി. പൊയിൽ പറഞ്ഞാൽ അന്നത്തെ സൗത്ത് കൊടിയത്തൂർ. അവിടെ ആണ് ഞാൻ ആദ്യം പഠിച്ചിരുന്നത്.
അവിടെ നിന്നാണ് പിന്നെ ഞാൻ ചെറുവാടി സ്കൂളിലേക്ക് പോകുന്നത്. ചെറുവാടി സ്കൂളിൽ അന്ന് കുട്ടിയാലി മാഷാണ് ഹെഡ് മാഷ്, പുത്തലത്ത് കുട്ടിയാലി മാഷ്. അതപ്പോൾ അടുത്താണ് മരിച്ചിട്ടുള്ളത്. അവിടെ 4ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാതെ പോകുന്നതാണ് ഞാൻ തോൽക്കാൻ കാരണം. പിന്നെ പള്ളി ദർസുകളിൽ ചെറുവാടി പുതിയോത്ത് പള്ളിയിൽ കാവനൂരുകാരനൊരു അഹമ്മദ് കുട്ടി മുസ്ലിയാരുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഞാൻ ആദ്യമായിട്ട് ദർശനം പോകുന്നത്. പിന്നെ ചുള്ളിക്കാർമ്മൽ വാപ്പ ദർശനം നടത്തിയിരുന്നു, അതിലും പോയി. പിന്നെ വേറെ ആലിസം മുസ്ലിയാർ പറഞ്ഞിട്ട് വേറൊരാൾ ദർശനം ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ പിന്നെ വാഴയൂർ ദർശനം പോയി. അവിടെ കാളികാവുകാരൻ കുട്ടിമൂലിയാർ എന്നാണ് അദ്ദേഹത്തെ പറ്റി പറയാറുള്ളത്. ഓക്കെ മുഹമ്മദ് മുസ്ലിയാർ, അദ്ദേഹത്തിൻ്റെ അടുത്താണ് ആദ്യമായിട്ട് പിന്നെ ഞാൻ ചെറുവാടി വിട്ടുപോണത്. അപ്പൊ മൊത്തം പള്ളി ദർസ് എത്ര വർഷം പഠിച്ചിട്ടുണ്ടാവും? 8-9 കൊല്ലം പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം പള്ളി ദർസിൽ ഞാൻ പഠിക്കണ കാലത്ത് തന്നെ ഞാൻ ചിലയിടത്ത് ഹുത്തുബ വഹിച്ചിട്ടുണ്ട്. ഇവിടെ ചുള്ളിക്കാർമ്മയിൽ തന്നെ, ഇവിടെ പെരുന്നാൾക്കാണ് ഇവിടെ ചുള്ളിക്കാർമ്മയിൽ അന്ന് പെരുന്നാൾസ്കാരം ഇവിടെ നടത്താറുണ്ട്, ജുമാ ഉണ്ടായിരുന്നില്ല. അന്ന് ചിലപ്പോൾ ഞാനിവിടെ കുത്തുബയും നമസ്കാരവും ഒക്കെ നിർവഹിക്കലുണ്ട്. ഒരു വാപ്പൻ്റെ പകരമായിട്ട് വറപ്പൂര് പോയിട്ടുണ്ട് 1-2 പ്രാവശ്യം. പള്ളി ദർസ് പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിയത് എപ്പോഴാണ്? ഞാൻ കക്കോവിൽ നമ്മളെ മുന്നൂർ AP അഹമ്മദ് കുട്ടി മുസ്ലിയാരുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിക്കുമ്പോഴാണ് എനിക്ക് ചിന്താപരമായിട്ടുള്ള മാറ്റം ഉണ്ടാകുന്നത്. അദ്ദേഹം സമസ്തയെ അനുകൂലിക്കുന്ന ആളായിരുന്നു. രാത്രി ഭക്ഷണം കഴിഞ്ഞിട്ട് 2ാം ദർസ് പറയും, അവിടെ ഇരുന്നിട്ട് ഞങ്ങളിങ്ങനെ ചർച്ച നടത്തും. അപ്പോൾ അതിൽ ഞങ്ങൾ 2 ഗ്രൂപ്പായിട്ടാണ് ചർച്ച നടത്തുക. അപ്പോൾ അതിൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച നടത്തും. അതിൽ ഞാൻ പുരോഗമന പക്ഷത്താണ്, രസത്തിന് വേണ്ടിയാണ് കൂടിയത്. പറഞ്ഞ് വന്നപ്പോൾ മറ്റേതിന് തെളിവൊന്നുമില്ല എന്ന് ബോധ്യമായി. മറ്റവർക്ക് അത് സമർത്ഥിക്കാൻ കഴിയുന്നില്ല. പിന്നെ അഹമ്മദ് മുസ്ലിയാർക്ക് വേറൊരു ഗുണമുണ്ടായിരുന്നു. അദ്ദേഹമൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുന്നല്ലാതെ ഒരിക്കലും തന്നെ അദ്ദേഹം അതിനെ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് തന്നെ, നിങ്ങൾ ഈ വഅ്ള് പറയാനും പ്രസംഗിക്കാനും ഒക്കെ പോകുമ്പോൾ കണ്ട കഥകളൊന്നും പറയണ്ട, ഖുർആനും സഹിഹ് ഹദീസും തന്നെ പറഞ്ഞാൽ തീരാത്തത്ര ഉണ്ട്, അത് പറഞ്ഞാൽ മതിയെന്നാണ്. അവിടെ നിന്നാണ് എനിക്ക് യഥാർത്ഥത്തിൽ ഈ മാറ്റം വരുന്നത്. ജമാഅത്തിലേക്ക് വരുന്നത് പിന്നെയും കുറേ കഴിഞ്ഞിട്ടാണ്. ഞാൻ ജമാഅത്ത് എന്നല്ല, ഒരു സംഘടനയോട് എനിക്ക് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ലായിരുന്നു. അതാറിലുമ്മിൽ കണ്ണിയത്ത് അവിടെ ദരിസായിരിക്കുമ്പോൾ അവിടെ പോയി ചേർന്നു. അവിടെ പിന്നെ കുറേയും കൂടി സ്വതന്ത്രമാണ് ഇതിനേക്കാൾ. കണ്ണിയത്തിൻ്റെ അടുത്ത് കണ്ണിയത്ത് സംബന്ധിച്ചിടത്തോളം മൂപ്പര് ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായിരുന്നു. അദ്ദേഹം സമസ്തൻ്റെ പക്ഷത്താണ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ സംഘടനകളോട് കണക്ക് അകലം പാലിക്കുക, അതുപോലെ തന്നെ അതിനെ കണക്കറ്റ് ആക്ഷേപിക്കുക പോലുള്ള സംഗതിയൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എൻ്റെ അമ്മാവന് MT അബ്ദുറഹ്മാൻ മൗലവിയാണ് വായക്കാട് ഈ മുജാഹിദ് പ്രസ്ഥാനം കൊണ്ടുവരുന്ന ആൾ. അദ്ദേഹം അവിടെ നന്നായിട്ട് തൗഹീദും അതൊക്കെ പറഞ്ഞുകൊണ്ട് നന്നായിട്ട് അങ്ങാടിയിൽ നിന്ന് തന്നെ പ്രസംഗിക്കാറുണ്ട്. പക്ഷേ കണ്ണിയത്ത് പലപ്പോഴും കണ്ണിയത്തിൻ്റെ പെങ്ങൾ താമസിച്ചിരുന്നു. ഇവരുടെ പിന്നെ അമ്മാവൻ കുട്ടിയാലി പറഞ്ഞിട്ട് ഒരാളുണ്ട് അയാളുടെ വീട്ടിൽ. അവർ രണ്ടും MTൻ്റെ വീടും ഈ പെങ്ങൾ താമസിക്കുന്ന വീട് തൊട്ടടുത്താണ്. അപ്പോൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ പലപ്പോഴും കണ്ണിയത്ത് ഈ അബ്ദുറഹ്മാൻ മൗലവിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് ചായ കുടിച്ച് മൂപ്പരുമായിട്ട് ദീർഘനേരം സംസാരിച്ചിട്ടാണ് പോവുക. അപ്പോൾ ഇവർ വളരെ അടുത്ത് ബന്ധപ്പെടുമ്പോൾ ഇതിൽ വലിയ കഥ ഒന്നും ഇല്ല എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അകൽച്ചയിൽ. അപ്പോൾ കണ്ണിയത്തിൻ്റെ അടുത്തുള്ള പഠനം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പട്ടിക്കാട് പോയി. പട്ടിക്കാട് ജാമിയാനൂരി. അതായത് കണ്ണിയത്തിന് അവരങ്ങോട്ട് മുതലിസായിട്ട് ജനിച്ചു. അപ്പോൾ അവർ കൂടെ. അപ്പോൾ ഞാനും പൂനൂർക്കാരൻ്റെ മുഹമ്മദ് എന്ന ആളുടെ ഞങ്ങൾ രണ്ടാളുമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ കൊട്ടിക്കാട് പോയത്. അങ്ങനെയാണ് കൊട്ടിക്കാട് എത്തുന്നത്. അന്ന് അവിടെ ജാമിയാനൂരിയ സ്ഥാപനത്തിലേക്കാണ് പോയത്. 6ാം ക്ലാസ് എന്നാ പറയാം. പിന്നെ മുഹത്തസർ കയറും. അങ്ങനെ 2 കൊല്ലം അവിടെ പഠിച്ചു. 3ാമത്തെ കൊല്ലം മുത്തവലിൽ കയറി. അപ്പോൾ അന്ന് ഞാൻ CN അഹമ്മദ് മൗലവിൻ്റെ ഖുർആൻ്റെ ഇൻഡെക്സ് പറഞ്ഞ പുസ്തകം ഉണ്ടായിരുന്നു. അത് ഈക്കൻ്റെ കയ്യിൽ കിട്ടി. അപ്പോൾ അയാൾ വഹാബിയാണ് എന്നാണല്ലോ. അപ്പം അങ്ങനെ ഈക്കന്നോട് ഇനി ഇവിടെ പഠിക്കണ്ട എന്ന് പറഞ്ഞ് ഈ പുസ്തകം കണ്ടതിൻ്റെ പേരിൽ മാത്രം വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിനൊരു കാരണമുണ്ട്. അത് കോട്ടുമല ആവുന്ന അവിടെ മുതലിസാണ്, കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ. അപ്പോൾ ഈ സംഭവം നടന്നപ്പോൾ കോട്ടുമല എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ കണ്ണിയത്തിൻ്റെ കൂടെ വന്നുകൊണ്ടാണ് എന്നെ ഇവിടെ എടുത്തത്, ഇല്ലെങ്കിലും എടുക്കില്ലായിരുന്നു പറഞ്ഞത്. അതിന് കാരണം എന്താ പറഞ്ഞാൽ എൻ്റെ വലിയ ജ്യേഷ്ഠൻ മുഹമ്മദ് മൗലവി കുറച്ച് ദിവസം അവിടെ മുദരീസായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹവും EK അബൂബക്കർ മുസ്ലിയായിട്ട് എന്തോ വിഷയത്തിൽ സംസാരിച്ചിട്ട് അവിടുന്ന് പോകുന്നതാണ്. അപ്പോൾ ഏമലിൻ്റെ മകനാണ് എന്നറിയാലോ. അപ്പോൾ ജ്യേഷ്ഠൻ പാതയിലായിരിക്കും ഞാനും ഉണ്ടാകാമെന്നാണ് അന്നോ അവർ ധരിക്കുക. അപ്പോൾ അത് വെച്ചിട്ടാണ് കോട്ടുമല പറഞ്ഞത്, കന്യത്തിൻ്റെ കൂടെ വന്നുകൊണ്ടാണ്, ഇല്ലെങ്കിൽ അവിടെ എടുക്കില്ലായിരുന്നു. അപ്പോൾ ജാമിയാനൂരിൽ നിന്ന് പുറത്താക്കിയതാ? അതെ. പിന്നെ ഞാനൊരെല്ലാം റൗദത്തുൽ പോയിരുന്നു. അവിടെ ഒരു കൊല്ലം പഠിച്ചിരുന്നു. എവിടുന്ന് ഒരു ബിരുദം എന്നുള്ള രീതിയിൽ അവിടുന്ന് നേടിയിട്ടില്ല. ബിരുദം പിന്നെ ഞാൻ അഫ്ളലുൽ ഉലമ പ്രൈവറ്റ് ആയിട്ട് എഴുതി, യൂണിവേഴ്സിറ്റിയുടെ ചെയ്തു. വേറെ ബിരുദമൊന്നുമില്ല.
പിന്നെ ഞാൻ പഠിപ്പിക്കാൻ പോയി. എവിടെയാണ് ആദ്യമായിട്ട് പഠിപ്പിച്ചത്? ഞാൻ ആദ്യം പഠിപ്പിച്ചത് വായക്കാട് ദാറുസ്സലാം മദ്രസയിൽ. ഇത് പ്രാഥമിക മദ്രസ? അവിടെ നിന്ന് തന്നെ ഞാൻ ശിവപുരം. അതും മദ്രസയാണോ? അതും മദ്രസയാണ്. ശിവപുരത്ത് ജമാഅത്തിന്റെ സ്ഥാപനമായിരുന്നു. അതെ. അത് ഏത് വർഷം ഓർക്കുന്നുണ്ടോ ശിവപുരം? അത് 1975 അതിന് ശേഷം അവിടെ ഇസ്ലാമിയ കോളേജ് എന്ന് പറഞ്ഞിട്ട് അഫ്ദൽ കോഴ്സിനുള്ള ഒരു കോളേജ് തുടങ്ങി. ശിവപുരത്ത് മദ്രസയോട് ചേർന്നുകൊണ്ട്. അതിൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പളായിരുന്നു ഞാൻ. അവിടെ നിന്നാണ് ഞാൻ പിന്നെ കോളേജിലേക്ക് വരുന്നത്. പിന്നെ അതിൻ്റെ അടുക്ക് എനിക്ക് PSC എഴുതിയിരുന്നു ഞാൻ. അപ്പോൾ PSCയിൽ എനിക്ക് സ്കൂളിൽ നിയമനം കിട്ടി. ചാലിയത്താണ് കിട്ടിയത്. അങ്ങനെ ചാലിയത്ത് സ്കൂളിൽ പോയി ചേർന്നു. അതിന് ശേഷം കുണ്ടങ്ങലിലേക്ക് മാറി. അവിടെ പോസ്റ്റ് നഷ്ടപ്പെട്ട് ഞാൻ പയ്യോളി ശ്രീനാരായണ ഭജനമട സ്കൂൾ പറഞ്ഞ. പിന്നെ എനിക്ക് തോന്നി സ്കൂൾ ജീവിതം കൊണ്ടുള്ള കാര്യമൊന്നുമില്ല. ശമ്പളം കിട്ടുമെന്നുള്ളത് ശരിയാണ്, പക്ഷെ നമുക്ക് കൂടുതൽ പഠിക്കാൻ കഴിയില്ല. അങ്ങനെ ഞാൻ സ്കൂൾ ഒഴിവാക്കിയത്. അങ്ങനെ ചേന്നമംഗലൂർ ചെന്ന് കയറുന്നു. അത് ചേന്നമംഗലൂർ ഇസ്ലാഹിയ കോളേജിൽ കോളേജ് അധ്യാപകനായിട്ട് ചേർന്നു. 89-ആണത്. ജമാഅത്തെ ഇസ്ലാമിലേക്ക് അപ്പോഴേക്ക് ചേർന്നോ? ഞാൻ ജാമിയെന്ന് പോകുന്നത് ഫറൂഖിൽ പഠിച്ചതിന് പോകുന്നതിന് ശേഷം പിന്നീടാണ് ഞാൻ ജമാഅത്തിനെ വിമർശിക്കാൻ വേണ്ടി ഞാൻ ജമാഅത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കുന്നത്. എനിക്ക് നേരത്തെ തന്നെ ഇമാം ഗസാലിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട്, അതാണ് ഞാൻ സ്വീകരിച്ചിരുന്നത്. കൊള്ളുക തള്ളുക ഇത് രണ്ടായിരുന്നാലും അതിനെ സംബന്ധിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് പോകണം ചെയ്യാന്നുള്ളത്. ഇമാം ഗസാലി അദ്ദേഹത്തിൻ്റെ അൽ മുൻഖിദ് മിനൽ ളലാൽ എന്ന് പറഞ്ഞ ചെറിയ പുസ്തകമുണ്ട്. അതിൽ അദ്ദേഹം ഇസ്ലാമിക സമൂഹത്തിലെ കക്ഷികളെ സംബന്ധിച്ചൊക്കെയുള്ള പരാമർശമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ബുദ്ധി വെച്ചതിന് ശേഷം കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടേ ഞാൻ എന്തും സ്വീകരിക്കുക അല്ലെങ്കിൽ തിരസ്കരിക്കുക ചെയ്തിട്ടുള്ളൂ. അതാണ് എന്നെയും സ്വാധീനിച്ചിട്ടുള്ളത്. അപ്പോൾ ഏത് പുസ്തകങ്ങൾ വായിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ? ഞാൻ ആദ്യമായിട്ട് ജമാഅത്തെ ഇസ്ലാമി ലക്ഷ്യമാർഗം എന്നുള്ള ഒരു പുസ്തകം വായിച്ചിട്ടുള്ളൂ. എതിർക്കാൻ വേണ്ടിയാണ് വായിച്ചതെങ്കിലും ഞാൻ നേരത്തെ തന്നെ ഇവിടുത്തെ ഈ സമസ്ത മുജാഹിദുകൾ തമ്മിലുള്ള ഈ വാദപ്രതിവാദമുണ്ടല്ലോ, ഇതിലെനിക്ക് നേരത്തെ താല്പര്യമില്ല. കാരണം അവർ അല്ലറ ചില്ലറ സംഗതികളാണ് ചർച്ച ചെയ്യുക. ഇപ്പോൾ കൈകെട്ട്, തറാവീൻ്റെ റക്അത്തുകളുടെ എണ്ണം. അപ്പോൾ ഇസ്ലാമിന് ഈ കേവലമായൊരു മത കാഴ്ചപ്പാടല്ലല്ലത്, മതത്തോടൊപ്പം രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ടെന്നുള്ളത് ഞാൻ കിതാബ് ഓതുന്ന കാലത്തെ മനസ്സിലാക്കിയതാണ്. സാമൂഹിക കാഴ്ചപ്പാടൊക്കെ ഉണ്ട്. കാരണം ഖലീഫമാരെ ജീവിതം നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, അത് രാഷ്ട്രീയം അല്ലാതെ ഖലീഫ ആവില്ല. അപ്പം ഇത് എന്തുകൊണ്ട് ഇവർ പറയില്ല ഇങ്ങനെ ഒരു സംഗതിയെ സംബന്ധിച്ച്? അതിനെക്കുറിച്ച് വാദമില്ല, പ്രതിവാദങ്ങളൊന്നുമില്ല. അങ്ങനെ ഞാൻ പഠിച്ചത് വരെ ജമാഅത്തിനെ വിമർശിക്കാനാണെങ്കിലും ഞാൻ തേടിക്കൊണ്ടിരുന്ന വള്ളി ഇതിലാണ് എനിക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണങ്ങളിലൂടെ അറിയാൻ സാധിച്ചു. അങ്ങനെയാണ് ഞാൻ ജമാഅത്തുമായി ബന്ധപ്പെട്ടത്. എന്നിട്ട് പിന്നെ ജമാഅത്തിലെ മെമ്പർഷിപ്പ് എടുത്തോ? ജമാഅത്തിൽ മെമ്പർഷിപ്പ് എടുക്കണത് പിന്നെ 1900 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 77. അന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ KC അബ്ദുൽ വേണം. അപ്പോൾ ആ സമയത്തും ഇതൊരു കേഡർ പാർട്ടിയാണല്ലോ ജമാഅത്തെ ഇസ്ലാമി. അപ്പം ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ജമാഅത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ജ്യേഷ്ഠ സഹോദരന്മാർ ആ സമയത്ത് ആൾറെഡി ജമാഅത്തെ ഇസ്ലാമിയിലുണ്ടോ? എൻ്റെ ജ്യേഷ്ഠന്മാർ പറഞ്ഞാൽ ഇവിടെ ജമാഅത്തെ ഇസ്ലാമി കൊണ്ടുവരുന്നത് ഇവിടെ KV അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹം ബാപ്പൻ്റെ അടുത്ത ശിഷ്യനായിരുന്നു. കുന്നമംഗലത്ത് പള്ളിയിൽ ഇമാമൊക്കെ ആയിരിക്കുമ്പോഴാണ് അദ്ദേഹം ജമാഅത്തിലേക്ക് ആകർഷണമാണ്. അതിന് ശേഷം പിന്നെ ജ്യേഷ്ഠന് ദൈവബന്ധിൽ പോയി മുഹമ്മദ് മൗലവി. മൂപ്പര് വരുമ്പം തന്നെ വേറെ ഭാഷയിൽ തല തിരിഞ്ഞുകൊണ്ടാണ് വന്നത്. പക്ഷെ അത് വല്ലാണ്ട് ആർക്കും അറിയാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് അദ്ദേഹം ചെറുപാടി മുദരിസൊക്കെ ആയിരുന്നു. അദ്ദേഹമാണ് ഞങ്ങളെയൊക്കെ ജമാഅത്തിലേക്ക് വരാനൊരു കാരണം. ഓരോണ്ടാളുമാണ് ആദ്യമായിട്ട് ജമാഅത്തുമായിട്ട് ബന്ധപ്പെടുന്നത്. പിന്നെയാണ് ഞാൻ ജമാഅത്തിലേക്ക്. ഹമ്മൂദ് പിന്നെ സമസ്ത AP ഗ്രൂപ്പിലുണ്ടായത്. ജലീലും അബ്ദുറഹ്മാനുമാണ് പിന്നീടാണ് വരുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഞാനാണ് ആദ്യമായിട്ട് ജമാഅത്തിൽ മെമ്പറാണ്. അതായത് EN കുടുംബത്തില് ഏഴുമല അഹമ്മദ് മുസ്ലിയാരെ മക്കളിൽ ഏറ്റവും ആദ്യം ജമാഅത്തിന് മെമ്പർഷിപ്പ് എടുക്കുന്നത് EN ഇബ്രാഹിം മൗലവിയാണ്. ഇസ്ലാഹിയ കോളേജിൽ എത്ര വർഷം ജോലി ചെയ്തു? ഇസ്ലാഹിയയിൽ ഞാൻ ഏതാണ്ട് ഒരു 10-15 ഉണ്ടാവും. അപ്പോൾ ആ സമയങ്ങളിൽ ഖുതുബ നിർവഹിച്ച് വരാറുണ്ട് പല പള്ളികളിലും. ഖുതുബ ഞാൻ ചേന്നമംഗലൂർ നിർവഹിച്ചിട്ടുണ്ട്. പിന്നെ ചെറുപാട് ഞങ്ങൾ ഒരു പള്ളി തുടങ്ങി, മസ്ജിദുൽ ഹുദ. അതിൽ കുറച്ച് കാലം അതൊക്കെ പിന്നെ ജമാഅത്തിൽ ചേർന്ന് മലയാളത്തിലാണ് ഖുതുബ പറഞ്ഞത്. അറബിയിൽ ഖുതുബ പറഞ്ഞത് കുറേ നാൾ നീണ്ടു നിന്നിരുന്നു, അല്ല വല്ലപ്പോഴും അതിങ്ങനെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ കിട്ടുന്നത് പോവാന്നുള്ളത്. പിന്നെ എപ്പോഴാണ് രചനയിലേക്ക് വന്നത്? ഞങ്ങളിവിടെ ചുള്ളിക്കാർമ്പിൽ എൻ്റെ കുട്ടിക്കാലത്ത് ഇവിടെ ഇക്ബാൽ മെമ്മോറിയൽ ലൈബ്രറി എന്നിട്ട് ലൈബ്രറി തുടങ്ങിയിരുന്നു. അതിൽ ഞങ്ങളൊരു കയ്യെഴുത്ത് മാസിക സംവിധാനിച്ചിരുന്നു. അപ്പോൾ ഞാനന്ന് എഴുതി 4ാം ക്ലാസ്സിലല്ലേ പോയുള്ളൂ, എനിക്ക് എഴുതാനും അറിയില്ലോ. അപ്പോൾ ഞാനെന്തോന്നും കുറിച്ച് പിന്നെ കൊടുത്തു ഒരു വിഷയത്തെ സംബന്ധിച്ച്. ഇതിലുള്ള പ്രോത്സാഹനം എനിക്ക് കിട്ടിയിട്ടുണ്ട്.
അങ്ങനെ അത് ഇതിൽ പെട്ട എൻ്റെ സ്നേഹിതന്മാരായിട്ടുള്ള ആരോ നന്നാക്കി കുറച്ചുകൂടി ഒന്ന് നന്നാക്കി എഴുതിയിട്ട് പ്രസിദ്ധീകരിച്ചു. പിന്നെ പട്ടിക്കാട് ജാമിയാനൂരിജയിൽ നൂറുൽ ഉലമൻ്റെ ഒരു അന്നൂർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട് ഇതുപോലെ കയ്യെഴുത്ത്, അറബിയാണോ മലയാളത്തിൽ. അതിലും എഴുതിയിട്ടുണ്ട്. ലീഗ് ടൈംസ് ഉണ്ടായിരുന്നല്ലോ, അതിലെന്തോ ഒരു സാധനം വിവർത്തനം ചെയ്ത് കൊടുത്തിരുന്നു. പിന്നെ ഞാൻ ഇത് എഴുതി ശീലിക്കാൻ വേണ്ടി ഞാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പം ഈ മലയാള പുസ്തക വായന നേരത്തെ ഉണ്ട്. 67 ശേഷമാണ് ഞാൻ യഥാർത്ഥത്തിൽ പത്രം തന്നെ വായിച്ചു തുടങ്ങണേ. അറബി ഇസ്രായേൽ യുദ്ധത്തിൽ ഇതിൽ യുദ്ധം എവിടെ എത്തി, ആര് തോൽക്കുന്നു ജയിക്കുന്നു, കാരണം നമുക്ക് താല്പര്യമുള്ളൊരു വിഷയമാണല്ലോ അറബികൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ആളുകൾ എന്നുള്ളവർക്ക്. അപ്പോൾ ആ യുദ്ധ വിവരം അറിയാൻ വേണ്ടിയാണ് ഞാൻ പത്രം വായിച്ചു തുടങ്ങിയത്. അതന്നെ ചന്ദ്രികയാണ് വായിച്ചു തുടങ്ങുന്നത്. അന്നൊക്കെ ചന്ദ്രിക എന്നല്ല, പത്രം വായിക്കാനുള്ളത് പോലും നിരുത്സാഹപ്പെടുത്തുകയോ പലപ്പോഴും ഹറാമ് എന്ന് ഫത്വ കൊടുക്കപ്പെടുന്നവർക്ക് കാലമാണ്. വാപ്പൻ്റെ അടുത്ത് തന്നെ എൻ്റെ പത്രവായന റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വാപ്പ നിരുത്സാഹപ്പെടുത്തിയോ? വാപ്പനോട് പറഞ്ഞ് പത്രം വായിക്കണേ വിരോധമൊന്നുമില്ല, പരസ്യമായിട്ട് വായിക്കണ്ടെന്നേ ഉള്ളൂ. സാഹിത്യങ്ങൾ വായിക്കാറുണ്ടായിരുന്നു ആ സമയങ്ങളിൽ, മലയാള സാഹിത്യങ്ങൾ? പിന്നീടാണ് ഞാൻ ഇതിലേക്കൊക്കെ പോയിട്ടുള്ളത്. അങ്ങനെയാണ് പുസ്തകരചനയിലേക്ക് വരുന്നത്. ആദ്യമായിട്ട് ഞാൻ ചെയ്യണത് നൂറുൽ യഖീൻ എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുള്ള പുസ്തകത്തിൻ്റെ വിവർത്തനമാണ്. അതിന് കാരണം അയ്യൂബി ബുക്ക് ഹൗസിൻ്റെ മാനേജർ ഉണ്ടായിരുന്നു, ആലിക്കുട്ടി മാഷി. മൂപ്പര് എം.എ. സലാമിനോട് ഇത് വിവർത്തനം ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ എം.എ. സലാമിന് പിന്നെ പലപ്പോഴും ഒഴിവുണ്ടാവില്ല. അപ്പോൾ എം.എ. സലാം ആദ്യത്തെ 8-10 പേജ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു ഇത് ചെയ്യാൻ. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഇതിലേക്ക് വരുന്നത്. അയ്യൂബി ബുക്സ് പ്രസിദ്ധീകരിച്ചു. പിന്നെ അമ്മ ജുസൈൻ്റെ പരിഭാഷ അത് IPH പ്രസിദ്ധീകരിച്ചു. അതിനുശേഷം എഴുതിയ പുസ്തകം ഏതാണ്? ഒന്ന് സിദ്ദീഖുൽ അക്ബർ, പിന്നെ സുന്നി വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് സമസ്തൻ്റെ ഭാഗത്തു നിന്നുള്ള ജമാഅത്തിനെതിരുള്ള വിമർശനങ്ങൾക്ക് മറുപടി എന്നുള്ള പുസ്തകം, അത് IPH ആണ് പ്രസിദ്ധീകരിച്ചത്. പിന്നെ തറാവീനെ പറ്റി, പിന്നെ സുന്നത്ത് ബിദ്അത്ത്, ഇസ്തിഗാസ. ഇ.എൻ. ഇബ്രാഹിം മൗലവി എന്ന് പറയുമ്പം മതകാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് കേരളത്തിലുള്ള സുന്നി വിഭാഗങ്ങൾ പുലർത്തിപ്പോരുന്ന ആചാരങ്ങൾ വിമർശിക്കുന്ന ഒരാളാണെന്ന് പെട്ടെന്ന് തോന്നിയേക്കാം. ഈ ഇസ്തിഗാസ പോലുള്ള സംഭവങ്ങൾ ആ ഒരു രീതിയിലേക്ക് വരാനുള്ള കാരണം നിങ്ങൾ പള്ളി ദർസിൽ പഠിച്ചു വന്ന് ഇതിനെക്കുറിച്ച് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് അങ്ങനെ വന്നത്? അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, ഇതാണ് യഥാർത്ഥത്തിൽ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്ന സംഗതി. അപ്പോൾ അത് നമ്മൾ അവരെ ബോധവൽക്കരിക്കാനുള്ളത് നമ്മളുടെ ഒരു ബാധ്യത എന്നുള്ളവർക്ക് മനസ്സിലാക്കിയിട്ടാണ് അതിലേക്ക് വരുന്നത്. അതിലെനിക്കൊരു അതിശയം തോന്നുന്നത്, സാധാരണ സുന്നികൾ ചെയ്യുന്ന ഇത്തരം ആചാരങ്ങളോട് വാദങ്ങളും പ്രതിവാദങ്ങളും നടത്തുന്ന മുജാഹിദ് വിഭാഗമാണ്. ജമാഅത്തെ ഇസ്ലാമിയിൽ അങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് ശ്രദ്ധയിൽപ്പെടാറില്ല. പക്ഷേ ഇ.എൻ. ഇബ്രാഹിം മൗലവി എന്നാൽ ഇതിനു വേണ്ടി അങ്ങോട്ട് ഇറങ്ങിയ പോലെ തോന്നുന്നു. അപ്പം ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയിൽ നിന്ന് നിങ്ങൾക്ക് ഇതിന് കിട്ടുന്ന ഒരു പിന്തുണയൊക്കെ എങ്ങനെയാണ്? അതിൽ നമ്മളൊക്കെ തെറ്റിദ്ധാരണ ഉണ്ട്, അത് ആദ്യം തിരുത്തേണ്ടതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ സമീപനം എന്ന് പറയുന്നത് ഈ തർക്കങ്ങളിൽ വല്ലാതെ ഏർപ്പെടാതിരിക്കുക, എന്നാൽ തർക്കിച്ച് കാലം കഴിക്കുക എന്നുള്ളതിൽ ജമാഅത്തിന് താല്പര്യമല്ല. എന്നാൽ ഇതുപോലുള്ള വിഷയങ്ങൾ പഠിക്കും, അത് രചനാ രൂപത്തിൽ കൊണ്ടുവരികയും ചെയ്യണ ജമാഅത്ത് കൊണ്ടുവരികയല്ല. മറ്റത് പൊതുവായിട്ടുള്ള ഈ വാദപ്രതിവാദം പോലുള്ളതിനാണ് ജമാഅത്തെ നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ജമാഅത്തിൻ്റെ തന്നെ അമീറും ഇപ്പോൾ KCയെ പോലുള്ള ആളുകളുടെ തന്നെ പല ലേഖനങ്ങളിലും ഇങ്ങനെയുള്ള സംഗതികളൊക്കെ പരാമർശിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ജമാഅത്ത് അതിനെ ആ രീതിയിൽ നിരുത്സാഹപ്പെടുത്തിയിട്ടൊന്നുമില്ല. മറ്റത് നമ്മളെ തെറ്റിദ്ധാരണ. മറ്റൊരു സംഗതി, ഇ.എൻ. ഇബ്രാഹിം മൗലവി എന്ന് പറയുമ്പോൾ ലോകത്ത് തന്നെ ആദ്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൊടിയത്തൂർ വെച്ച് നടന്ന മുബാഹല, അതിൽ സജീവമായി പങ്കെടുത്ത ഒരാളാണ്. അതിൻ്റെ ഓർമ്മകളും. കൊടിയത്തൂരാണ് നമ്മളെ ഈ പ്രദേശത്ത് കാദിയാനി പ്രസ്ഥാനമുള്ളത്. അപ്പോൾ അത് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഓർമ്മ വെക്കുന്നതിന് മുമ്പേ അവിടെ കാദിയാനികളുണ്ട്. അവിടെ പലപ്പോഴും അവരെ കൂട്ടത്തിലുള്ള എച്ച്.എ. മൗലവി എന്നാണ് പറയാറുള്ളത്. എച്ച്.എ. അബ്ദുള്ള മൗലവി പറഞ്ഞാൽ കണ്ണൂർക്കാരനാണ്, പഴങ്ങാടിക്കാരനാണ്. അദ്ദേഹം അവിടെ വന്നിട്ട് പ്രസംഗിക്കും. അറിഞ്ഞിടത്തോളം അതിന് ഏറ്റവും സജീവമായിട്ട് ഒരു മറുപടി പറഞ്ഞിട്ടുള്ളത് KC AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഇവരെ കൂടി നമ്മളെ തേത്തുങ്കടത്ത് ആ മാട്ടുമ്പൽ വെച്ചിട്ട് മറുപടി പറഞ്ഞിരുന്നതാണ്. പിന്നെ EK അബൂബക്കർ മുസ്ലിയാർ ഒരിക്കൽ കൊടിയത്തൂർ വന്നിട്ട് പേർക്ക് നന്നായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ ഇപ്പോൾ അടുത്ത മരിച്ച അബുൽ ഖൈർ മൗലവി അവിടെ മുദരിസായിരിക്കെ ഇവരുമായിട്ട് ഖണ്ഡന പ്രസംഗങ്ങൾ നടത്താറുണ്ട്. അതിലടുക്ക് ഇദ്ദേഹത്തിൻ്റെ കുറച്ച് ശിഷ്യന്മാർ ഇന്ന് PP അബ്ദുറഹ്മാൻ മാഷ്, കാക്കീൽ അബ്ദുള്ള മാഷ് പോലുള്ളവർ ആണ്. ആരുടെ ശിഷ്യന്മാർ? ഈ അബ്ദുൽ ഖൈർ മൗലവിൻ്റെ മൂപ്പര ദർസ് പഠിച്ച പേരവരൊക്കെ. മൂപ്പരാണ് വരെ യഥാർത്ഥത്തിൽ കാദിയാനി ഇതിലെ വിമർശനത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ അവരാണ് യഥാർത്ഥത്തിൽ ഈ അഞ്ചുമൻ ഇശാഅത്ത് എന്ന സംഘടന രൂപീകരിച്ചത്.
അതിലേക്ക് അവർ എന്നെ ക്ഷണിച്ചു. ഞങ്ങൾ നേരത്തെ ജമാഅത്തിലൂടെ പരിചയമുള്ള ആളുകളാണ്. ഷാക്കീരി നേരത്തെ ജമാഅത്തിലുണ്ടായിരുന്നു, പിന്നെ മൂപ്പർ മുസ്ലിം ലീഗിലേക്ക് പോയതാണ്. അപ്പോൾ അതിന് കാരണം എന്താ പറഞ്ഞാൽ ഇവിടെ ജമാഅത്തിൻ്റെ ഒരു സ്റ്റഡി സർക്കിൾ ഉണ്ടായിരുന്നു, അതിലൂടെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നതൊക്കെ. അങ്ങനെ ഇവർ ക്ഷണിച്ചനുസരിച്ചാണ് ഞാനും അതിലേക്ക് ചേരുന്നത്. പിന്നെ ഇവരുമായിട്ടുള്ള ഖണ്ഡന പ്രസംഗങ്ങളിൽ പലപ്പോഴും ഞാൻ ഇവരുടെ കൂട്ടത്തിലുണ്ടാവും. പലയിടത്തും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഞങ്ങൾ പോയിട്ട് ഖണ്ഡന പ്രസംഗങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പിന്നെ അതിൽ ഞാൻ പിന്നെ പ്രവാചകത്വ സമാപ്തി പറഞ്ഞിട്ട് പുസ്തകം എഴുതിയിട്ടുണ്ട്. അതാരാ പ്രസിദ്ധീകരിച്ചത്? അത് അഞ്ചുമണി ഷായത്ത്. അതിലടുക്കാണ് ഇവരുടെ ഖലീഫൻ്റെ ഒരു വെല്ലുവിളി. അതായത് സിയാഉൽ-ഹഖ് പാകിസ്ഥാൻ പ്രസിഡന്റ് ആയിരുന്ന സിയാഉൽ-ഹഖ് അപകടത്തിൽ മരിച്ചു, വിമാനാപകടത്തിൽ. അപ്പോൾ അത് ഞങ്ങളുടെ മുബാഹലയുടെ ഫലമാണെന്ന് പറഞ്ഞിട്ടാണ് ഇവർ രംഗത്ത് വരുന്നത്. എന്നിട്ട് അവർ മുസ്ലിം ലോകത്തെ മൊത്തത്തിൽ മുബാഹലയ്ക്ക് വേണ്ടി വെല്ലുവിളിച്ചു. അവരാണ് വെല്ലുവിളിക്കുന്നത് ആദ്യം. അതിലാണെങ്കിൽ യാതൊരു അടിസ്ഥാനമില്ലാത്ത കുറേ വാദഗതികളാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത്. ലോകത്താർക്കും അത് ഏറ്റെടുക്കാൻ തയ്യാറല്ല. ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്നതിൻ്റെ കാരണം എന്താ പറഞ്ഞാൽ ഇത് അത്ര പരിഗണിക്കേണ്ട ഒരു സാധനമല്ലാക്കാണ് എല്ലാവരും തള്ളിക്കളഞ്ഞത്. അപ്പം ഞങ്ങൾ അഞ്ചുമണി ഷായത്ത് കൂടി ആലോചിച്ചിട്ട് നമ്മളത് ഏറ്റെടുക്കാമെന്ന് തീരുമാനിച്ചു. കാരണം ഇത് ഈ അശ്വയാഗത്തെ ആരോന്ന് കേട്ടണല്ലോ. അവരുടെ അമീർ എന്നല്ല അവർ പറയല് ഖാദിയാനികൾ. അവർ ഖലീഫ അവർ ലണ്ടനിലാണ്. അപ്പോൾ ഇയാൾ പാകിസ്ഥാനിൽ നിന്ന് ലണ്ടനിലേക്ക് കുടിയേറി പാർത്തതാണ്. കാരണം അവിടെ സിയാഉൽ-ഹഖ് പിന്നെ അവർ മുസ്ലിങ്ങളായി പ്രഖ്യാപിച്ചല്ലോ, അങ്ങ് മുസ്ലിം ന്യൂനപക്ഷമായിട്ട്. അപ്പോൾ പിന്നെ ഖലീഫ എന്നയാൾക്ക് അവിടെ നിൽക്കണതിൽ അയാൾക്ക് താല്പര്യമല്ല. അങ്ങനെ അല്ലെങ്കിൽ ഒരു യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ് ഇവരെ സ്പോൺസർഷിപ്പ് നേരത്തെ ഏറ്റെടുത്തിട്ടുള്ളത് ഇന്ത്യയിലുള്ളപ്പോൾ. അങ്ങനെയാണ് അവർ പിന്നെ ലണ്ടനിലേക്ക് പോണതും അവിടെ അവർക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കണതും. അവിടെ വെച്ചാണ് ഇയാൾ ഈ വെല്ലുവിളി ഉയർത്തുന്നത്. അങ്ങനെ ഞങ്ങളത് ഏറ്റെടുത്ത് നമ്മളേറ്റെടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, ഇതിന് പണ്ഡിതന്മാരുടെ പിൻബലവും കൂടി വേണമല്ലോ. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ജമാഅത്തിൻ്റെ അമീർ KC അബ്ദുള്ള മൗലവിനാണ് സമീപിച്ചത്. അപ്പോൾ അദ്ദേഹം അനുകൂലമായിട്ട് ഞങ്ങൾ പ്രതികരിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ EK അബൂബക്കർ മുസ്ലിയാർ അടുത്ത് പോയി, മേരിക്കുന്നിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തോട് ഈ സംഗതികളൊക്കെ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ഏത് കാര്യത്തിലാണ് പിന്നെ ഇവരുമായിട്ട് മുബാഹല നടത്തുന്നത്? ഞങ്ങൾ പറഞ്ഞു ഇയാൾ നബിയാണോ അല്ലേ എന്നുള്ളതിനാ. അപ്പോൾ EK പറഞ്ഞു അതിലേ മുബാഹല നടത്താൻ പാടുള്ളൂ, കാരണം ഇതാണല്ലോ യഥാർത്ഥത്തിൽ ഇവിടെ തിരിയേണ്ടതും, അതിലേ മുബാഹല നടത്താൻ പാടുള്ളൂ, വേറൊന്നും നടത്തരുതെന്ന് പറഞ്ഞു. ജമാഅത്തിൻ്റെ പിൻബലവും വെലീഖാൻ്റെ പിൻബലവുമായി KP ഞങ്ങൾ എതിർക്കായത്. പിന്നീട് ഉള്ളത് മുജാഹിദാണ്. അങ്ങനെ അരീക്കോട് KP മുഹമ്മദ് പോലുള്ള ആളുകളെ പോയി കണ്ടു, അവരും അനുകൂലമായി. അപ്പോൾ പിന്നെ നമ്മൾ ധൈര്യമായി. അങ്ങനെ ഞങ്ങൾ അവർക്ക് മറുപടി കൊടുത്തു, ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു കൊല്ലാണ് പോലെ അവധി. ആരാണോ അസത്യവാദികൾ അവർ മുച്ചൂടും നശിക്കും എന്നാണ് അവരെ പ്രഖ്യാപനം. പിന്നെ മുബാഹല എന്താന്നുള്ളത് പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അതൊന്ന് വിശദീകരിക്കുമോ? മുബാഹല പറഞ്ഞാൽ ഖുർആനിലെ 3-ാം അധ്യായത്തിൽ സൂറത്ത് ആല ഇമ്രാനിൽ ഹിജ്റാനിൽ നിന്ന് ക്രിസ്ത്യാനികൾ വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത്. അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പ്രവാചകത്വം ഇസ്ലാമിൻ്റെ തൗഹീദൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവരിത് സ്വീകരിക്കാൻ കൂട്ടാക്കണില്ല. അപ്പോൾ ഖുർആൻ നബിയോട് പറഞ്ഞതാണ്, ഇനി വേണമെങ്കിൽ അവരെ മുബാഹലക്ക് അങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് പിന്നെ വേണ്ടി ചോദിച്ചോ. മുബാഹല എന്ന് പറഞ്ഞാൽ ഇബ്തഹല എന്ന് അറബിയിൽ പറഞ്ഞാൽ വിനയം പ്രകടിപ്പിക്കാന്ന. ബാഹല എന്നുള്ള പിന്നെ ക്രിയാരൂപത്തിൻ്റെ ധാതുനാമമാണ് മുബാഹല, അതായത് മസ്തർ. അതിന് ശാപപ്രാർത്ഥന എന്നർത്ഥമുണ്ടോ? അതിന് ശാപപ്രാർത്ഥന എന്നർത്ഥമില്ല, വളരെ വിനയത്തോടു കൂടി പ്രാർത്ഥിക്കാന്നതിന് അർത്ഥമുള്ളൂ. പക്ഷെ ഇവിടെ ആ ആയത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞ നബ്തഹിൽ ഫനജ്അൽ ലഅനത്തല്ലാഹി അലൽ കാദിബീൻ, ആരാണോ കള്ളവാദികൾ അവർക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ടാവട്ടെ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാമെന്ന. അങ്ങനെയാണ് മുബാഹല എന്ന ശാപപ്രാർത്ഥനയാണ് ആളുകൾ തെറ്റിദ്ധരിക്കണത്. യഥാർത്ഥത്തിൽ അതിനങ്ങനെ അർത്ഥമൊന്നുമില്ല, ഈ ഒരു പ്രയോഗമുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇവർ പിന്നെ ഒരു കൊല്ലം കൊണ്ട് ഇവർ നശിക്കും എന്ന് പറഞ്ഞു, അതായത് അസത്യവാദികൾ എന്ന് ഇവർ ഖാദിയാനികൾ പറഞ്ഞു. ഇയാളെ ഈ ഖലീഫന്റെ വെല്ലുവിളി തന്നെയുള്ളതാണ്, അവർ മുച്ചോട് നശിച്ചു പോകുന്നുള്ള എടുക്കാം. അപ്പം ഞങ്ങൾ പറഞ്ഞു ഇതുകൊണ്ട് ഒന്നും സംഭവിക്കാനൊന്നും പോകില്ല. പിന്നെ അവരെ ഇവിടുത്തെ നേതാവായിരുന്നു MA മുഹമ്മദ് സാഹിബ്. ഇവരും കൂടി നിർദ്ദേശം വെച്ചാണ് ഒരു കൊല്ലം വേണ്ട, 6 മാസം മതിയെന്ന്. ആവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ. അപ്പം ഞങ്ങളും അതിനെ അനുകൂലിച്ചു. കാരണം നമ്മൾക്കത് ഉറപ്പാണല്ലോ ഇതൊരു അസത്യ പ്രസ്ഥാനമാണെന്നു. വല്ലതും സംഭവിക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് സംഭവിക്കുള്ളൂ, നമുക്ക് സംഭവിക്കില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ 6 മാസം മതിയെന്ന് ഞങ്ങളും തീരുമാനിച്ചു. അങ്ങനെ ആദ്യത്തിൽ അവരൊന്ന് മസിൽ പിടിച്ചിരുന്നു, ഖലീഫ അടക്കം തന്നെ ഒരു കൊല്ലത്തുനിന്ന് 6 മാസത്തിലേക്ക് ഇറങ്ങി വരുന്നതിന്. പിന്നെ അവരെ സമ്മതിച്ചു. അങ്ങനെയാണ് രണ്ടു കൂട്ടരെ തയ്യാറാകുന്നത്. അപ്പം അന്ന് കൊടിയത്തൂർ വലിയൊരു സ്റ്റേജൊക്കെ കിട്ടി,
കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ഇത് കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ വന്നു. നിങ്ങളുടെ പക്ഷത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു അന്ന്? ഞങ്ങളെ പക്ഷത്ത് അഞ്ചുമണി ഷായത്തിൻ്റെ മെമ്പർമാർ എല്ലാവരും ഉണ്ട്, അവരുടെ കുടുംബങ്ങളും. അവരുടെ കുടുംബങ്ങൾ എല്ലാവരും വേണം. ഓരോ കുടുംബത്തിൽ നിന്നും നിശ്ചിത വ്യക്തികൾ 40 ആളുകൾ എന്നുള്ള ആൾക്കാണ്. ഒരു ഭാഗത്ത് 40 ആളുകൾ, മറുഭാഗത്ത് 40 ആൾ. അംഗങ്ങൾക്ക് പുറമെ ഈ 40 ആളെ തേക്കാനുള്ള കുടുംബത്തിൽ നിന്നുള്ള ആളുകളെയും കൂടി. എൻ്റെ ഭാര്യയും രണ്ടാമത്തെ മകള്. അപ്പം അത് സംഘടനാ പ്രതിനിധാനം പ്രത്യേകം ഉണ്ടായിരുന്നു. അത് ജമാഅത്തിൻ്റെതും മുജാഹിദിൻ്റെതും ഈ അഞ്ചുമണി ഷായത്തിൽ ഏപ്പിക്കാരല്ലാത്ത എല്ലാ സംഘടനകളും ഉണ്ട്. അപ്പോൾ അതിൽപ്പെട്ട എല്ലാവരും ഇതിലുണ്ട്. അപ്പം അത് ഈ കൊടിയത്തൂർ പരിസര ഭാഗത്തുള്ള ആളുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്? അത്രേ ഉള്ളൂ. കാദിയാനി പക്ഷത്തോ? കാദിയാനി പക്ഷത്ത് അവർ കണ്ണൂർ അടുക്കള പഴയങ്ങാടി പല ഭാഗത്തു നിന്നുള്ള ആളുകളുണ്ട്. അവർ 40 പേരുണ്ടായിരുന്നു. 40 പേര്. എന്നിട്ട് ആ പിന്നീട് പ്രാർത്ഥന എങ്ങനെയായിരുന്നു? പ്രാർത്ഥന കാര്യമായിട്ടൊന്നുമില്ല. മിർസാ സാഹിബ് പിന്നെ പ്രവാചകനാണ് എന്ന് വാദിക്കുന്ന ആളുകൾ എന്നുള്ള ആ പ്രാർത്ഥനയിൽ ആ വാക്കൊക്കെ ഉണ്ടാവും. കൃത്യമായിട്ട് എനിക്കത് ഓർമ്മയില്ല. അതൊക്കെ വെച്ചിട്ടാണ് പ്രാർത്ഥന. അത് 1 മണിക്കൂറിൻ്റെ ചോട സമയം നീണ്ടുന്നുള്ളൂ. ആളുകൾ പിന്നെയും വന്നുകൊണ്ടിരുന്നു. ഞങ്ങളുടെ ഭാഗത്ത് അസത്യമാണെങ്കിൽ ഞങ്ങളുടെ മേൽ ശാപം ഇറങ്ങട്ടെ എന്നുള്ള ആ രീതിയിലാണോ പ്രാർത്ഥിച്ചിരുന്നത്? അതെ. ഓക്കെ. പിന്നെ അതിനുശേഷം എന്താ സംഭവിച്ചത്? പിന്നെന്താ കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതുകൊണ്ടൊന്നും സംഭവിക്കൂല എന്നാണ് അവരാണ് വാദിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു വെല്ലുവിളി സ്വീകരിച്ചു. സംഭവിച്ചത് ഇതാണ്. അവരെ വാദം ആരാണോ അസത്യത്തിൻ്റെ പക്ഷം, നമ്മളാണ് അസത്യത്തിൻ്റെ പക്ഷം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ മുച്ചൂടും നശിച്ചൊടുങ്ങും എന്നാണ് അവർ 6 മാസം കൊണ്ട് നശിച്ചൊടുങ്ങും എന്നാണ് അവർ പിന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ 6 മാസം നശിച്ചൊടുങ്ങാൻ വേണ്ടി ഇവർ ചെയ്തിട്ടുള്ളത് നോമ്പ് നോക്കുക, അതുപോലെ രാത്രി തഹജ്ജുദ് നിസ്കരിച്ചിട്ടൊക്കെ പ്രാർത്ഥിച്ചു നോക്കിയാണ് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ചു ഞങ്ങളൊക്കെ നശിക്കാൻ വേണ്ടി. പക്ഷേ ഒന്നും സംഭവിക്കില്ല എന്ന് കണ്ടപ്പോൾ കൊടിയത്തൂരുള്ള ചെറുപ്പക്കാർക്ക് സംശയമായി, ഇതിനെന്തോ ഒരു പന്തികേടുണ്ട്. അങ്ങനെ ഈ ചെറുപ്പക്കാരെ ഇവർ പിടിച്ചെടുത്താൻ വേണ്ടി ഇവർ ടൂർ വെച്ചു പഞ്ചാബിലേക്ക്. അങ്ങനെയാണ് അതിൽ പിടിച്ചിട്ടുള്ളത്. എന്നിട്ട് പോലും ചിലരെ കുതിരിച്ചാടി പോകുന്നു. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ? അവർക്കും ഈ രീതിയിലൊന്നും സംഭവിച്ചില്ല. അവകാശവാദം 2 ഭാഗവും പിന്നീട് നടത്തിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇന്നത് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട്? അല്ല, നമ്മൾക്ക് നേരത്തെ അവകാശവാദം ഇല്ലല്ലോ. നമ്മൾ സംഭവിക്കൂല എന്നാണ് പറഞ്ഞിട്ടുണ്ട്. അവരാണ് അവകാശവാദം ഉന്നയിക്കുന്നത്. അവർ പിന്നീട് അതിനെക്കുറിച്ചൊന്നും അതിൻ്റെ ഒരു പിന്നെ അവർ പിന്നെ എന്തെങ്കിലും ചെറിയ ഇതുണ്ടാകുമ്പോഴൊക്കെ പിന്നെ പറയാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും വിലപ്പോയില്ല. ഇത് മാത്രമല്ല, ഇപ്പോഴുള്ള അവസ്ഥ എന്താ പറഞ്ഞാൽ, ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ 2 മാസം മുമ്പ് ഇവിടെ എറിമാവിൽ ഇതിൻ്റെ ഒരു അനുസ്മരണം എന്നുള്ളൊരു യോഗം ചേർന്നിരുന്നു. 30 കൊല്ലത്തോളമായി സംഭവം നടന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏതാണ്ട് 30ൻ്റെ മേലായിട്ട് ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അവരുടെ കൂട്ടത്തിൽ വളരെ കുറച്ച് ആളുകളെ ഇപ്പോൾ ജീവിച്ചിരിക്കുള്ളൂ. എന്ന് മാത്രമല്ല, ഞങ്ങളെയൊക്കെ തന്നെ അക്കാലത്ത് ഉണ്ടായിരുന്നതിനേക്കാളൊക്കെ മെച്ചാണ് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതും എല്ലാവർക്കും. അതുകൊണ്ട് വേറെ ഉണ്ടായിട്ടുള്ള ഗുണം എന്താ പറഞ്ഞാൽ, പിന്നെ ഈ മുബാഹല വെല്ലുവിളി അവരുടെ പക്ഷത്തുനിന്ന് ഉണ്ടായില്ല. ഇത് തന്നെയാണ് ചേകനൂരിൻ്റെ ഇതിലും വന്നിട്ടുണ്ടായി. ചേകനൂരും ആ കാലത്ത് മുബാഹലക്ക് വെല്ലുവിളിക്കല്ലേ ഇനി. അത് തകർത്തത് ഒരാളത്തിൽ പറഞ്ഞാൽ ഞാൻ തന്നെയാണ്. അത് കുനിയൽ ഇവരെ കുറച്ച് ആളുകളുണ്ടായിനി. അപ്പോൾ കുനിയൽ അവിടെ ജമാഅത്തെ ഇസ്ലാമിക്കാരെന്നെ വിളിച്ചു, ഇതിന് മറുപടി അറിയാം. 2 ദിവസത്തെ മറുപടിയാണ്. അപ്പോൾ ഞാൻ 1-ാമത്തെ ദിവസം പ്രസംഗിക്കുന്ന തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ഏതായാലും നിങ്ങൾ മുബാഹലക്ക് വെല്ലുവിളിക്കലുണ്ടല്ലോ, ഞാനൊരു കാര്യം പറയാണ്, ഞാൻ എൻ്റെ കുടുംബത്തെ കൊണ്ടുവരാം. ഞാൻ ഇന്ന് പ്രസംഗം അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മറുപടി അറിഞ്ഞു, ഞാൻ എൻ്റെ കുടുംബത്തെ കൊണ്ടുവരാം, നിങ്ങളുടെ കുടുംബത്തെയും വിളിച്ചോളൂ, നമ്മൾ മുബാഹല നടത്തി കളയാം. ഒരു മറുപടി വരില്ലാനുള്ള ഉറപ്പാണ്. 2-ാമത്തെ ദിവസം ഞാൻ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, ഏതായാലും നിങ്ങൾ മറുപടി ഒന്നുമില്ല, അപ്പോൾ നിങ്ങൾ ഇതിൽ വിശ്വാസമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അതിന് മറുപടി പറഞ്ഞത് അന്ന് അതിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ഇവിടെ കൊളക്കാടൻ മജീദ് പറഞ്ഞ ഒരാളേനി, ചെറുവാടിക്കാരനാണ്. മൂപ്പർ പറഞ്ഞു മുബാഹലല്ല പ്രശ്നം എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അതിന് മറുപടി അറിയുന്നത്. അപ്പോൾ ഇന്ന് അവർ പിന്തിരിഞ്ഞു. ചേകനൂരിനെ ഞാൻ കണ്ടിട്ടുണ്ട്, അദ്ദേഹമായിട്ട് ഞാൻ നേരത്തെ സംസാരിച്ചിട്ടുമുണ്ട്. അദ്ദേഹം ഇവിടെ ചെറുവാടി പലപ്പോഴും വരാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഈ ഇതിലൊന്നും ഒരു വിശ്വാസവും ഇല്ലായിരുന്നു. പടച്ചോനിന് പോലും വിശ്വാസമില്ലായിരുന്നു അയാൾക്ക്. വ്യക്തിപരമായിട്ട് തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ആളുകളെ ഇടയിൽ നിലനിൽക്കണമല്ലോ, അതിനു വേണ്ടി ചില ചപ്പടാച്ചികൾ പുറത്തെടുത്തുന്നുണ്ട് മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ മുബാഹലയുമായി ബന്ധപ്പെട്ട മറ്റൊരു സംഗതി, ഇദ്ദേഹം ഈ വെല്ലുവിളി നടത്തിയ സമയത്ത് അറബ് ലോകം ഇതിനോട് എങ്ങനെ പ്രതികരിച്ചത്? അറബ് ലോകം അതിനെ അവഗണിച്ച് തള്ളുക ചെയ്തത്. അതേസമയം ഞങ്ങളിത് ഏറ്റെടുത്തപ്പോൾ ഖത്തറിൽ യൂസുഫൽ ഖർദാവിയെ പോലുള്ള ആളുകളൊക്കെ അതിനെ അനുകൂലിക്കും. ഈ ഖാദിയാനിസം അറബ് ലോകത്ത് ആ രീതിയിലൊരു വളർച്ച ഇല്ല. അറബ് ലോകത്ത് അങ്ങനല്ല, അവർക്ക് പിന്നുള്ളത് ഇസ്രായേലിലാണ്. പിന്നെ നമ്മൾ ഖാദിയാനികൾ ഗൾഫിലൊക്കെ പോയാൽ അവർ സ്വകാര്യമായിട്ടൊക്കെ നിസ്കരിക്കലുണ്ട്, അവരൊറ്റക്കായിട്ട്. അവർ പൊതുവിലെ മുസ്ലിങ്ങളെ പിന്തുണ നിസ്കരിക്കൊന്നുമില്ല. ഇപ്പോൾ ഇബ്രാഹിം മൗലവിയുടെ ജീവിതം എങ്ങനെ പോകണം? എന്താണ് ഇപ്പോഴത്തെ ജോലി? എന്താണ്? കുട്ടികൾ എത്ര പേരാണ്? ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ ശാന്തപുരത്ത് ജാമിയയിലെ ഒരു അധ്യാപകനാണ്.
ആഴ്ചയിൽ 4 ദിവസം അവിടെ പോകും. പിന്നെ കണ്ണൂർ ഖുത്തുബുണ്ട്. ICM എന്ന് പറയുന്ന പഴയ സിറ്റിയുടെ അടുത്ത് 4 വയൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയാണ്. അവിടെ 10-15 കൊല്ലമായി ഞാൻ ഖുത്തുബ നിർവഹിക്കാൻ തുടങ്ങി. നേരത്തെ നിങ്ങൾ പറഞ്ഞു അഫ്സലുലമ കഴിഞ്ഞതിന് ശേഷം PSC എഴുതി സ്കൂളിൽ ചേർന്നു എന്ന്. ആ സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയിലെ മെമ്പറായിരുന്നു. ആ സ്കൂളിൽ ചേർന്ന സമയത്ത് ഞാനത് ചോദിക്കാൻ കാരണം ഗവൺമെൻറ് ജോലി ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു സംഗതി ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ടായിരുന്നൊരു പരാതി കേൾക്കാറുണ്ട്. അതും കൂടി കൂട്ടിച്ചേർത്ത് പറയാൻ വേണ്ടിയിട്ടാണ്. അത് ഒരു പരാതിയല്ലല്ലോ, അതൊരു ആക്ഷേപമല്ലേ. യഥാർത്ഥത്തിൽ അത് എതിരാളികൾ, ഞാനവരെ ശത്രുക്കളെന്നൊന്നും പറയില്ല, നമുക്കാരോടും ശത്രുതയൊന്നുമില്ല. എതിരാളികൾ ജമാഅത്തിനെ അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വടി മാത്രമാണ്. യഥാർത്ഥത്തിൽ അതിൽ അർത്ഥമൊന്നുമില്ല. എൻ്റെ ഈ പഠിക്കാനുള്ള സൗകര്യമില്ലാനുള്ള ആൾക്കാണ് അതിന് ഒഴിവാണ്. എന്ന് മാത്രമല്ല, അന്ന് ജമാഅത്തിൻ്റെ പല ആളുകളും സ്കൂളിലും മറ്റുമൊക്കെ ആയിട്ട് അധ്യാപകരായിട്ടും അല്ലാതെയൊക്കെ ഗവൺമെൻറ് ജോലിയിലുണ്ട്. ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ജമാഅത്തിൻ്റെ അംഗമായിരുന്ന ഒരാളാണ് നജാത്തുള്ള സിദ്ദീഖ്. അദ്ദേഹം ഒന്ന് അലിഗറിൽ അധ്യാപകനാണ്. അവിടെയും ഗവൺമെൻറ് ശമ്പളമാണല്ലോ വാങ്ങണേ. അദ്ദേഹം പിന്നെ ജമാഅത്ത് ഷൂറയിലുള്ള ആളാണ്. പിന്നെ അദ്ദേഹത്തെ ഒരു പുറത്താക്കണ്ടേ. ജമാഅത്ത് പറഞ്ഞിട്ടുണ്ട് ആളുകളോട്. എന്താന്ന് പറഞ്ഞാൽ ജമാഅത്തിൻ്റെ ജമാഅത്തിന് പ്രവർത്തിക്കാൻ ആൾ വേണം. അപ്പോൾ അതിന് ആൾക്ക് വേണ്ടിയിട്ട് ചില ആളുകളോട് ജോലിക്ക് പോകരുതെന്ന് പറഞ്ഞു എന്നല്ലാതെ പിന്നെ മൊത്തത്തിൽ മുസ്ലിം സമൂഹം ഗവൺമെൻറ് ജോലി സ്വീകരിക്കരുതെന്നോ ജമാഅത്തിൽ ചേരണമെങ്കിൽ ഗവൺമെൻറ് ജോലി ഒഴിവാക്കണമെന്നൊന്നും ജമാഅത്താരോടും പറഞ്ഞില്ല. EN ഏഴുമലയുടെ കുടുംബം എന്ന് പറയുമ്പോഴേ ഇവിടെ ചെറുവാടി തന്നെ ഒരു വിവാദം ഉണ്ടായിരുന്നു, ഈ ഖബറിൻ്റെ ഒരു വിഷയം. ബാപ്പ കുറച്ച് അസുഖമായി കിടന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ ബാപ്പയുടെ ശുശ്രൂഷയായിട്ട് ഇങ്ങനെ കഴിയാണ്. അപ്പോൾ ബാപ്പ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഇന്നത്തെ ഈ ഇപ്പോഴുള്ള തലമുറയുടെ പിന്നെ മുമ്പുള്ള തലമുറയിൽ പിന്നെ പല ആളുകളും ബാപ്പൻ്റെ ഇവിടുത്തെ ശിഷ്യന്മാരാണ്. അതിൽ അന്നത്തെ പള്ളി കമ്മിറ്റി പ്രസിഡൻ്റായിരുന്നു KV കോയക്കുട്ടി. അവർ 1ാമത്തെ കുടുംബമാണ് അവർ. അപ്പോൾ മൂപ്പര് ഖബർ കളിക്കുന്ന ആളുകളോട് ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ടൊരാളും പിന്നെ വേക്കാട്ട് മുഹമ്മദ് പറഞ്ഞ ഒരാൾ, രണ്ടാളാണ് അന്ന് ഖബർ കളിച്ചിരുന്നത്. ഇവരോട് പറഞ്ഞു, മൊയ്ലാർ ദേവസ്വൻ്റെ നിലയാനാണുള്ളത്, അതുകൊണ്ട് ഇവർക്ക് വേണ്ടി ഖബർ ഉണ്ടാക്കണം. ഇത് ഞങ്ങളാരും അറിയില്ല, മക്കളാരും അറിയില്ല. അപ്പോൾ പള്ളിൻ്റെ നേരെ കേക്ക് ഒരു കല്ലുവെട്ടി കുഞ്ഞുണ്ടായി. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനവിടെ പഠിക്കണ കാലത്ത്. പിന്നെ തീർത്ത് തൂർന്നതാണ്. അപ്പോൾ ആ സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് ഇവരോട് പറഞ്ഞു, ഇത് കല്ലുവെട്ടി കുഞ്ഞാണ് ഈ സ്ഥലം, അതുകൊണ്ട് ഇത് അടിയിൽ നിന്ന് തന്നെ ഖബർ കെട്ടിപ്പോക്കണം. ഹൈറ്റുള്ള ആളായതുകൊണ്ട് കുറച്ച് പറഞ്ഞു വരും. ഇത് പിന്നീട് നമ്മൾ പറഞ്ഞാൽ അങ്ങനെ വാപ്പ മരിച്ചപ്പോൾ ഖബർ നേരത്തെ സംവിധാനിച്ച് വെച്ച് നമുക്കറിയാം. നമ്മൾ ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഖബറിൻ്റെ അളവും മയ്യത്തിൻ്റെ അളവും ഒന്നും എടുക്കുമല്ലോ. ബാപ്പൻ്റെ മയ്യത്ത് ഖബറടുക്കി ഞങ്ങളെ പാട്ടിന് പോവുകയും ചെയ്തു. അതിൻ്റെ ശേഷമാണ് 2ാമത്തെ ജ്യേഷ്ഠൻ മരിക്കുന്നത്, വർഷങ്ങൾ കഴിഞ്ഞിട്ട്. അപ്പോൾ ബാപ്പൻ്റെ അടുത്ത് തന്നെ ജ്യേഷ്ഠന് വേണ്ടി മൂത്ത മകനും എൻ്റെ തൊട്ട് താഴെയുള്ള അനുജനും ഇവർ രണ്ടാളും കൂടി ആലോചിച്ചിട്ടാണ് അവിടെ ഈ ഖബർ സംവിധാനിക്കുന്നത്. ആ ഖബർ യഥാർത്ഥത്തിൽ അമ്മക്ക് വേണ്ടിയാണ് കണ്ടുവച്ചായിരുന്നു. അപ്പോൾ ഇവർ അത് ജ്യേഷ്ഠന് വേണ്ടി ഖബർ സംവിധാനിച്ചു. അങ്ങനെ ജ്യേഷ്ഠനെ അതിൽ മറ ചെയ്തപ്പോൾ ഈ ജ്യേഷ്ഠൻ്റെ ഖബറിനേക്കാൾ ബാപ്പൻ്റെ ഖബറിന് നീളമുണ്ട്. ഇത് ഇവർ പ്രോപഗണ്ട ആക്കിയിട്ട് തീരുമാനിച്ചു, ഏമാലിൻ്റെ ഖബർ നീണ്ടേണെന്ന് പറഞ്ഞിട്ട്. യഥാർത്ഥത്തിൽ ഖബർ നീളുക എന്ന് പറഞ്ഞൊരു അന്ധവിശ്വാസമാണ്. അങ്ങനെയാണ് ഈ നീളേണ്ടത് നബീൻ്റെ ഖബറാണല്ലോ, അത് നീണ്ടിട്ടുണ്ടെങ്കിൽ എത്ര നീളണം. അപ്പോൾ ഇത് അംഗീകരിച്ചു കൊടുത്തുകൂടാ എന്ന് ഞങ്ങളും തീരുമാനിച്ചു. അങ്ങനെ ഞാൻ തന്നെയാണ് യഥാർത്ഥത്തിൽ അതിന് മുന്നിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പള്ളി കമ്മിറ്റിക്ക് കത്ത് കൊടുത്തു, അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഓളോ ബ്രീസ് കൊണ്ടുവന്നിട്ട് ബാപ്പൻ്റെ ഖബറിൻ്റെ ചുറ്റും ഒരു വരി ഇങ്ങനെ വലിച്ചു വെച്ചിട്ടുണ്ട്. പള്ളി കമ്മിറ്റിയാണ് അത് ചെയ്തതെങ്കിൽ അതിൻ്റെ വസ്തുത എന്താണുള്ളത് അറിയണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കത്ത് കൊടുക്കണം. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളെ ഒന്നും ചെയ്തിട്ടില്ല അവിടെ. യഥാർത്ഥത്തിൽ പള്ളി കമ്മിറ്റിയിൽ ചെയ്തിട്ടുമില്ല. അത് പള്ളി കമ്മിറ്റിയിലുണ്ട 1-2 ആളുകളും ഇവരും കൂടിയായിട്ട് ചെയ്തൊരു സംഗതിയാണ്. മരിച്ച ജ്യേഷ്ഠൻ്റെ മകൻ ലത്തീഫ്, ഡോക്ടർ ലത്തീഫ്, ഞങ്ങളൊക്കെ കൂടിയിരുന്നതായിട്ട് തന്നെയാണ് അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ട് അതിൽ സംഭവിച്ചാൽ എന്താണെന്നുള്ളത് അറിയാമെന്നുള്ളത് തീരുമാനിച്ച് കേട്ട് അതിന് പരസ്യപ്പെടുത്താൻ പാടില്ല എന്ന് വരെ ഞങ്ങൾ അന്ന് തീരുമാനിച്ചാൽ. അപ്പോൾ ഇവർക്ക് അതിൽ അജണ്ട ഉണ്ടായിരുന്നുകൊണ്ട് പിന്നെ ഞങ്ങൾ മനസ്സിലാക്കണേ. അങ്ങനെയാണ് അത് പരസ്യമായിട്ട് ഇതിലേക്ക് വരുന്നതൊക്കെ വാർത്തകൾ. യഥാർത്ഥത്തിൽ ആ ഖബർ കെട്ടിപ്പൊക്കി പിന്നീട് ആ സംഭവം നടന്നതിൻ്റെ ശേഷം ആ മണ്ണ് ഖബറിൻ്റെ മുകളിൽ നിന്ന് എടുത്ത മണ്ണ് അതിലേക്ക് തന്നെ ഇടുമ്പോഴാണ് ഈ ഖബർ കുഴിച്ചിട്ടുള്ള ഇബ്രാഹിംക്കാന്ന് മരിച്ചു പോയാണ്. അതിന് മുമ്പായിട്ട് വേക്കാട്ട് മുഹമ്മദ് പറഞ്ഞ ആൾ അവിടേക്ക് വരുന്നത്. അപ്പോൾ ഞങ്ങൾക്കും അറിയില്ല ഖബർ നീളണ്ടുള്ളത് ശരിയാണ്, എന്താണ് ഇതിൻ്റെ സംഭവം ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഇയാൾ വന്നിട്ട് പറഞ്ഞു, ഈ ഖബർ കുഴിച്ചാൽ ഞാനും ഇബ്രാഹിമാക്കിയാണ്, ഇത് KB വാട്ടിയൊക്കെ പറഞ്ഞതനുസരിച്ച് കുഴിച്ചാണ്, അടിയിൽ നിന്ന് കെട്ടിപ്പൊക്കിയതാണ്, മയ്യത്ത് അതിൽ വെച്ചിട്ട് പിന്നെ 2 അടി നീളം കൂടുതലുണ്ടായിരുന്നു എന്ന് മൂപ്പര് പറയുമ്പോഴാണ് എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയുന്നത്.
അത് അയാളാണെന്ന് പരസ്യമായിട്ട് പറയും ചെയ്യുന്നതാണ്. പക്ഷെ അപ്പോൾ ഇവരത് അംഗീകരിക്കില്ല. കാരണം ഓർക്കിതൊരു ഔലിയായിട്ട് ഉറൂസൊക്കെ ഉണ്ടാക്കിയായിട്ട് മുതലെടുക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. പക്ഷെ അതിൽ ഉണ്ടായിട്ടുള്ളൊരു ബലം എന്താ പറഞ്ഞാൽ ചെറുവാടിക്കാർ അതിൻ്റെ പിന്നിൽ കൂടിയിലാണല്ലോ. പുറമേ നിന്ന് വന്ന ആളുകളാണ്. പുറമേന്ന് പറഞ്ഞാൽ അവിടെ ഈങ്ങല്ലിരിക്കാർ കുറച്ച് ആളുകളാണ് അതിന് കൊട്ടും കൂലും ഒക്കെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത് അവർ വിചാരിച്ചത്ര വിജയിച്ചിട്ടില്ല. ഇപ്പോൾ ഏതെങ്കിലും പുസ്തകം എഴുതി കൊണ്ടുവെക്കുന്നുണ്ടോ? സഹീഹ് മുസ്ലിം അടിസ്ഥാനപ്പെടുത്തിയിട്ട് സിഹാബ് സിത്തയിലുള്ള ഹദീസുകൾ, ഒരു വിഷയമായിട്ട് വന്ന ഹദീസുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഇങ്ങനെ അടുക്കി വെച്ചുകൊണ്ടുള്ളൊരു രചന നടത്തുന്നുണ്ട്. പിന്നെ എഴുതി വെച്ചോന്ന് രണ്ടെണ്ണം ഉണ്ട്. അലി ബിൻ അബി താലിബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, പിന്നെ ഇപ്പോഴത്തെ പിന്നെ ഒരു വിഷയമുണ്ടല്ലോ മാസപ്പിറവി, പിന്നെ ഈ CH മുസ്തഫൻ്റെ ഒരു ഏടാ കൂടെ ഉണ്ട്. സർവ്വമതമെല്ലാം പറയാൻ സർവ്വവേദമാണ്. അത് പഴയ വീഞ്ഞ് പിന്നെ പുതിയ കുപ്പിയിൽ എന്ന് പറഞ്ഞ പോലുള്ളൊരു ഏർപ്പാടാണ്. സർവ്വമതം എന്നുള്ളത് ഓൻ സർവ്വവേദം എന്നാക്കിയത് സംഗതി രണ്ടു ഒന്നാണ്. അതിന് മറുപടി എഴുതുന്നുണ്ട്. അപ്പോൾ അതിൽ ഓന് ഇസ്ലാമിലെ മോക്ഷ സിദ്ധാന്തം എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം ഇറക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മറുപടി എന്നുള്ളവർക്ക് സർവ്വവേദ സിദ്ധാന്തം ഇസ്ലാമിലേക്ക് ഒളിച്ചു കടത്തുമ്പോൾ എന്നൊരു പുസ്തകം ഇറക്കി. പഠനത്തിലൂടെ കണ്ടെത്തുന്ന വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തൻ്റെ സർഗാത്മക കഴിവുകളൊക്കെ തന്നെയും ആ ഒരു പാതയിലൂടെ തന്നെ നടത്തിക്കൊണ്ടുപോകുന്ന EN ഇബ്രാഹിം മൗലവിയാണ് ഇത്രയും നേരം നമ്മോട് സംസാരിച്ചിട്ടുള്ളത്.